മാസവും 1-ാം തീയതി ചില പുതിയ സാമ്പത്തിക നിയമങ്ങൾ വരാറുണ്ട് അല്ലേ? എന്നാൽ ഈ വരുന്ന നവംബർ 1 നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തെയും പണമിടപാടുകളെയും നേരിട്ട് ബാധിക്കുന്ന ചില വലിയ മാറ്റങ്ങളുമായാണ് വരുന്നത്. ബാങ്കിംഗ്, ഗ്യാസ് വില, ആധാർ കാർഡ്, മ്യൂച്വൽ ഫണ്ട്, ക്രെഡിറ്റ് കാർഡ് എന്നിങ്ങനെ പല കാര്യങ്ങളിലും പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. ഈ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നും അവ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുകയെന്നും നമുക്ക് ലളിതമായി നോക്കാം. വീഡിയോ അവസാനം വരെ കാണുക, കാരണം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. എല്ലാ മാസത്തെയും പോലെ നവംബർ 1-നും എണ്ണ കമ്പനികൾ പാചകവാതക വില പുനഃപരിശോധിക്കും. കഴിഞ്ഞ 3 മാസമായി 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറുകളുടെ വില കൂടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ 14 കിലോഗ്രാമിന്റെ ഗാർഹിക സിലിണ്ടറിന്റെയും 19 കിലോഗ്രാമിന്റെ വാണിജ്യ സിലിണ്ടറിന്റെയും വിലയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഒപ്പം CNG, PNG വിലകളിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കും. വില കൂടുമോ കുറയുമോ എന്ന് നവംബർ 1-നാണ്. എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളൊരു SBI ക്രെഡിറ്റ് കാർഡ് ഉപയോക്താവാണ് എങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. നവംബർ 1 മുതൽ ചില ഇടപാടുകൾക്ക് പുതിയ ചാർജുകൾ വരുന്നു. ക്രെഡ്, മൊബിക്വിക്, ചെക്യു പോലുള്ള തേർഡ് പാർട്ടി ആപ്പുകൾ വഴി സ്കൂൾ, കോളേജ് ഫീസുകൾ അടയ്ക്കുകയാണെങ്കിൽ ഇടപാട് തുകയുടെ 1% അധികം ചാർജ് നൽകേണ്ടി വരും. എന്നാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിലോ കൗണ്ടറിലോ നേരിട്ട് കാർഡ് ഉപയോഗിച്ചാൽ ഈ ചാർജ് ഉണ്ടാകില്ല. ഇനി നിങ്ങളുടെ ഡിജിറ്റൽ വാലറ്റിലേക്ക് 1000 രൂപയ്ക്ക് മുകളിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം ചേർത്താൽ അതിനും 1% ചാർജ് ഈടാക്കും. അതുകൊണ്ട് ഇനി മുതൽ ഇത്തരം ഇടപാടുകൾ നടത്തുമ്പോൾ ഈ പുതിയ ഫീസുകളെ കുറിച്ച് ഓർക്കുക. ബാങ്ക് അക്കൗണ്ടിലെ നോമിനി നിയമം മാറുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൊന്ന്. ബാങ്കിംഗ് നിയമ ഭേദഗതി നിയമം 2025 നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇനി മുതൽ ഒരു ബാങ്ക് അക്കൗണ്ടിനും ലോക്കറിനും സേഫ് കസ്റ്റഡിക്കും 4 നോമിനികളെ വരെ ചേർക്കാൻ സാധിക്കും. ഇതുവരെ ഒരാളെ മാത്രമേ നോമിനിയായി വെക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഓരോ നോമിനിക്കും എത്ര ശതമാനം വീതം നൽകണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കാനും സാധിക്കും. ഇനി ഒന്നിലധികം നോമിനികളെ മുൻഗണനാ ക്രമത്തിൽ വെക്കുകയാണെങ്കിൽ ആദ്യത്തെ നോമിനിയുടെ മരണശേഷം രണ്ടാമത്തെ നോമിനിക്ക് അവകാശം ലഭിക്കുന്ന രീതിയിലും ക്രമീകരിക്കാം. ബാങ്കിംഗ് രംഗത്ത് കൂടുതൽ സുതാര്യത കൊണ്ടുവരാനാണ് RBI ഈ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കാനായി സെബി ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതനുസരിച്ച് ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിലെ ജീവനക്കാരനോ അയാളുടെ അടുത്ത ബന്ധുക്കളോ 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഒരു ഇടപാട് നടത്തിയാൽ ആ വിവരം കമ്പനിയിലെ കംപ്ലയിന്റ് ഓഫീസറെ അറിയിക്കണം. നിക്ഷേപകരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനും ക്രമക്കേടുകൾ തടയാനുമാണ് ഈ നീക്കം. അവസാനമായി ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷ വാർത്തയുണ്ട്. ആധാർ നൽകുന്ന ഏജൻസിയായ UIDAI വിവരങ്ങൾ പുതുക്കുന്നതിനുള്ള നടപടികൾ ലളിതമാക്കി. ഇനി മുതൽ പേര്, വിലാസം, ജനന തീയതി, മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ മാറ്റാൻ ആധാർ കേന്ദ്രത്തിൽ പോകേണ്ടതില്ല. ഇതെല്ലാം ഓൺലൈനായി വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. ബയോമെട്രിക് വിവരങ്ങളായ വിരലടയാളം, കണ്ണിന്റെ ഐറിസ് എന്നിവ മാറ്റാൻ മാത്രമേ ഇനി ആധാർ കേന്ദ്രത്തിൽ പോകേണ്ടതുള്ളൂ. പുതിയ സംവിധാനത്തിനനുസരിച്ച് നിങ്ങളുടെ വിവരങ്ങൾ പാൻ കാർഡ്, പാസ്പോർട്ട്, റേഷൻ കാർഡ് തുടങ്ങിയ മറ്റ് സർക്കാർ രേഖകളുമായി ഓൺലൈനായി തന്നെ വെരിഫൈ ചെയ്യപ്പെടും. ഇത് രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സഹായിക്കും.